ജനുവരി 2 ചൊവ്വാഴ്ച. യോഹന്നാൻ 1:19 മുതൽ 28 വരെ വാക്യങ്ങൾ. നിങ്ങൾ ആരാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ഉത്തരമായിരിക്കും നൽകുക? ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ സ്ഥാനത്തെക്കുറിച്ചോ പരാമർശിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആളുടെ മകനോ മകളോ ആണെന്ന് പറഞ്ഞേക്കാം. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് പറയുന്നവർ വളരെ വിരളമായിരിക്കും. എന്നാലും അതാണ് സത്യം. നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാണ് ജ്ഞാനസ്നാനം വഴി ലഭിക്കുന്നത്. തീർച്ചയായും ക്രിസ്തു നമ്മിലും നമുക്കിടയിലും വസിക്കുന്നു. എന്നിട്ടും പലരും ഈ സത്യം തിരിച്ചറിയുകയോ അല്ലെങ്കിൽ അറിഞ്ഞാൽ അത് അംഗീകരിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്നു. അതെ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചാലും പലരും അത് തിരിച്ചറിയുന്നില്ല. ഫരിസേയരെ പോലെ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം നമ്മൾ. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക അസാധ്യമാണ്. കർത്താവിൻ്റെ വഴി ഒരുക്കുന്ന ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ആധുനിക യോഹന്നാന്മാരാകാനാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. കർത്താവ് ഇതിനകം വന്നു കഴിഞ്ഞു, പക്ഷെ അവൻ വീണ്ടും വരും. ഈ ദൗത്യ നിർവഹണത്തിൽ നിരവധി തടസ്സങ്ങളുണ്ടായേക്കാം. പക്ഷേ ഒന്നിനും നമ്മെ തടയാൻ കഴിയില്ല. കാരണം നമ്മിൽ ക്രിസ്തു ജീവിക്കുന്നു. അവൻ നമ്മുടെ ശക്തിയാണ്. ഈ ദിവസം മാത്രമല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ. രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാകാം നമുക്ക്. ഇന്നത്തെ സുവിശേഷ വായന യേശുവിൽ നിന്ന് യോഹന്നാൻ സ്നാപകനിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യോഹന്നാനെ പുരോഹിതന്മാരും ലേവ്യരും ചോദ്യം ചെയ്യുന്നതായി കാണാം. അവർ ചോദിച്ചു, നീ ആരാണ്? താൻ ക്രിസ്തു അല്ല എന്ന് യോഹന്നാൻ അവർക്ക് വ്യക്തമായ ഉത്തരം നൽകുന്നു. അവൻ ആരാണെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ട് അവർ വീണ്ടും ചോദിക്കുന്നു, ഏലിയാസ് ആണോ അതോ വരാനിരിക്കുന്നവൻ ആണോ എന്ന്. താൻ ക്രിസ്തുവിനായി വഴിയൊരുക്കുന്നവൻ എന്നാണ് ജോൺ അവരോട് വ്യക്തമായി പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി ആവിഷ്കരിക്കുന്നതിൽ യോഹന്നാൻ തൻ്റെ പങ്ക് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു. വരാനിരിക്കുന്നവൻ താനല്ല എന്ന് യോഹന്നാൻ അറിയാമായിരുന്നു. എന്നിരുന്നാലും അവിടെ രക്ഷാകര നാടകത്തിൽ തനിക്കും ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിത നാടകത്തിൽ നമ്മുടെ ഭാഗം എന്താണെന്ന് വ്യക്തമായി അറിയാമെങ്കിൽ അത് വലിയൊരു ഭാഗ്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ വിളിയും ഉത്തരവാദിത്വം എന്താണെന്ന് വ്യക്തമാണ്. മറ്റു ചില അവസരങ്ങളിൽ നമ്മുടെ പങ്കിനെക്കുറിച്ച് അത്ര വ്യക്തതയില്ലായിരിക്കാം. ഈ സമയങ്ങളിൽ നമ്മളിൽ ഭൂരിഭാഗവും മുന്നോട്ട് പോകുന്നത് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുമെന്ന് അനുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ്.
നമ്മുടെ ലോകത്ത് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിച്ചും അവരെ പരിപാലിച്ചും നമ്മൾ ജീവിക്കുമ്പോൾ നാം ദൈവ ഇഷ്ടം നിർവഹിക്കുന്നു എന്ന് വിശ്വസിക്കാം. ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഓരോ ദിവസവും നാം ചെയ്തേക്കാവുന്ന നിരവധി ചെറിയ പ്രവൃത്തികളിൽ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നക്ഷത്രമല്ലായിരിക്കാം, പക്ഷേ നമ്മുടേതായ ലോകത്ത് വെളിച്ചം വീശാനുള്ള കഴിവ് നമുക്കുണ്ട്. ഇന്ന് നമുക്ക് അങ്ങനെ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.